ഇപ്പോൾ നമ്മൾ കളങ്കാവലിൻ്റെയൊക്കെ റെസ്പോൺസ് നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്ന അതൊരു സൈഡിൽ തന്നെ നിൽക്കുമ്പോഴത്തേക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അമ്മേ മൂകാംബിക സീരിയല്, അപ്പൊ ശരിക്കും എല്ലാവരും മേ ബി വിചാരിച്ചു കാണും സീരിയല് ഇനി ഒരു ബ്രേക്ക് ആയിരിക്കും, സീരിയൽ ഇനി ചെയ്യില്ല എന്നുള്ള കാര്യം. ബട്ട് സിനിമയും സീരിയലും ഒരുപോലെ കൊണ്ടുപോകുന്നവർ വളരെ ചുരുക്കം പേരാണ്. ഇപ്പൊ എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് വന്നതെന്നും പിന്നെ അമ്മേ മൂകാംബിക എന്ന് പറഞ്ഞ സീരിയൽ ഇത്രയും നാൾക്ക് ശേഷം ആ ഒരു സീരിയൽ തന്നെ എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്നുള്ളതും. രണ്ടും ഒരു ആൻസർ ആണ്. അമ്മേ മൂകാംബികയെ പോലൊരു സീരിയൽ വന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ബ്രേക്ക് എടുത്തത്. കാരണം ഞാൻ പരസ്പരം കഴിഞ്ഞ സമയത്ത് ഒരുപാട് ഈ ചെറിയ ബ്രേക്ക് വന്നപ്പോൾ പലരും ചോദിച്ചിരുന്നു ഇനി ചെയ്യില്ലേ, സീരിയൽ ചെയ്യില്ലേ എന്നുള്ളത്. അപ്പൊ ചെയ്യില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു ബ്രേക്ക് ഞാൻ എടുക്കണം തീരുമാനിച്ചിരുന്നു, പക്ഷെ ആ ബ്രേക്ക് 7 വർഷമായി ആ ബ്രേക്ക്. കാരണം മെയിൻ റീസൺ ഇത് തന്നെയാണ്, സീരിയൽസിൽ നിന്ന് ഓഫേഴ്സ് ഒരുപാട് വരുന്നുണ്ടെങ്കിലും നമുക്ക് കമ്മിറ്റ് ചെയ്യണം തോന്നുന്ന ഒരു ക്യാരക്ടർ വന്നില്ല. കാരണം ദീപ്തി IPS എന്നുള്ള ക്യാരക്ടർ ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ അതിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോഴും ആൾക്കാർ ഈവൻ മൂകാംബിക ദേവിയുടെ ആ കോസ്റ്റ്യൂമിൽ നിൽക്കുമ്പോൾ പോലും ആൾക്കാർ ദീപ്തി മോളെ എന്ന് പറഞ്ഞിട്ടാണ് വന്ന് കയ്യിൽ പിടിക്കുന്നത്. അപ്പം ഇപ്പോഴും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ കഥാപാത്രം അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇനി ചെയ്യുമ്പോൾ അതിനോട് അല്ലെങ്കിൽ അതിനെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ അതിനോട് നീതി പുലർത്തുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം, അതിൽ നിന്ന് താഴേക്ക് പോരുന്നെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ബ്രേക്ക് ഇങ്ങനെ നീണ്ടുപോയത്. പിന്നെ സിനിമകളും ഈ പറഞ്ഞ പോലെ എനിക്ക് സീരിയലിൽ ചെയ്തത് കൊണ്ട് സിനിമയിൽ നിന്ന് ഓഫേഴ്സ് വരാത്തൊരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ കുറച്ച് സെലക്റ്റീവ് ആയതുകൊണ്ടാണ് നമ്പർ കുറയുന്നത്. ഇപ്പൊ രണ്ടും ഒരുമിച്ച് വന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. കളങ്കാവലും സീരിയലിന് ഇപ്പൊ ഇന്നലെ സീരിയലിന്റെ റേറ്റിംഗ് വന്നതിൽ സീരിയൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നു സൂര്യയില്. അപ്പൊ അതൊക്കെ വലിയൊരു ഭാഗ്യം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് സീരിയൽ ചെയ്യുന്നത് കൊണ്ട് സിനിമയിൽ അവസരങ്ങൾ ഇരിക്കാറില്ലെന്ന്. പലരും പറയുന്നതാണ് സീരിയൽ, അതായത് ഇനി സീരിയലിൽ നിന്ന് ബ്രേക്ക് എടുക്കണം, സിനിമ ഫോക്കസ് ചെയ്യുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സീരിയൽ ചെയ്യുമ്പോൾ സിനിമ കുറയും, അങ്ങനെയൊന്നും ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ? എനിക്കിപ്പോൾ സീരിയലിൽ അഭിനയിച്ച് സീരിയൽ വളരെ ഹിറ്റായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ സിനിമയിൽ നിന്ന് ഹീറോയിനായിട്ട് ഓഫേഴ്സ് വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ എനിക്ക് ഒട്ടും തീരെ ഓഫേഴ്സ് വരാതിരിക്കണം, എനിക്ക് ഇപ്പോഴും വരുന്നുണ്ട് ഓഫേഴ്സ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അറിയില്ല അങ്ങനെ സീരിയലിൽ ഇപ്പം എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഓവർ എക്സ്പോസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന അത്രയധികം ആളുകൾ കണ്ടിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ നിന്ന് വരാതിരിക്കും എന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഇല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ അമ്മേ മൂകാംബികയുടെ സെറ്റില് അമ്മയുടെ വേഷത്തിൽ നിൽക്കുമ്പോൾ പോലും ആളുകൾ ദീപ്തി മോളെ എന്ന് വന്ന് വിളിക്കുന്നുണ്ടെന്ന്. അപ്പം അത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര ലവ് ആണ്, എല്ലാമാണ്. പക്ഷെ നമ്മൾ ചെയ്തൊരു കഥാപാത്രം അത് ആ ഒരു പേര് തന്നെ കണ്ടിന്യൂസ് വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റു കഥാപാത്രങ്ങൾ ചെയ്താലും ഈ ഒരു ക്യാരക്ടർ അതിന്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് തോന്നും. അത് എപ്പോഴെങ്കിലും അതൊന്ന് മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്, ടു ബി വെരി ഓണസ്റ്റ്. അങ്ങനെ അതായത് ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ വരണം എന്നുള്ളത്. പക്ഷെ താങ്ക്ഫുള്ളി ഇപ്പം ഇത്രയും ഗ്യാപ്പിന് ശേഷമാണെങ്കിലും ഇപ്പം ഈ മൂകാംബിക ദേവി ഇപ്പം ആളുകൾ പതുക്കെ ഇന്നിപ്പോൾ രാവിലെ ഞാൻ അമ്പലത്തിലൊക്കെ പോയപ്പോഴൊക്കെ ആൾക്കാർ സീരിയൽ കാണാറുണ്ട്. 8:30 ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ സീരിയൽ, മൂകാംബിക ദേവി അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പതുക്കെ ഗ്രാജുവലി ആൾക്കാർ എനിക്കൊരിക്കലും ആ ക്യാരക്ടർ മറന്നിട്ട് മറ്റൊരു ക്യാരക്ടറിലൂടെ എന്നെ അങ്ങനെ ഒരു ആഗ്രഹമില്ല. ആ ക്യാരക്ടറാണ് എനിക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എന്നെ ആളുകൾ അറിഞ്ഞത് ആ കഥാപാത്രം. അത് മറക്കണം എന്നൊന്നും എനിക്കില്ല, അത് മനസ്സിൽ നിൽക്കണം. ഒപ്പം മറ്റു കഥാപാത്രങ്ങളും ആളുകളുടെ മനസ്സിലുണ്ടാവണം എന്നേ ഉള്ളൂ. അതിന്റെ ഒപ്പം തന്നെ എഴുത്തുകൾ അതും പോകുന്നുണ്ട്, ഒരുപാട് യാത്രകൾ പോകുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാം നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോഴത്തേക്ക് ഒരു ഹാപ്പിനെസ് തോന്നിയത് ലാലേട്ടൻ നമ്മുടെ അച്ചപ്പൻ കഥകൾ വായിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാലേട്ടനാണോ ആ ഒരു ബുക്ക് ആദ്യമായിട്ട് കൊടുത്തത്? ലാലേട്ടനാണ് അത് ഫസ്റ്റ് റിലീസ് അദ്ദേഹത്തിന്റെ പേജിലൂടെയായിരുന്നു പബ്ലിഷ് ചെയ്തത്. കോവിഡ് സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഫംഗ്ഷൻസ് ഒന്നും വെക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ ഓൺലൈനിലായിട്ട് പേജിലൂടെയാണ് ബുക്ക് റിലീസ് ചെയ്തത്. അതെ, പ്രകാശനം ചെയ്തത് അദ്ദേഹമാണ്. അതെ, എങ്ങനെയാ അപ്പൊ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ലാലേട്ടനെ ചൂസ് ചെയ്യാം ആ ഒരു തീരുമാനത്തിലെത്തിയത് എങ്ങനെയായിരുന്നു ശരിക്കും? അച്ഛനെ കുറിച്ചിട്ടുള്ള കഥകളാണ് അച്ചപ്പൻ കഥകൾ. അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ലാലേട്ടൻ. അച്ഛൻ മരിക്കുന്നതിനൊക്കെ മുമ്പ് ഏറ്റവും കൂടുതൽ കണ്ട സിനിമ ലൂസിഫർ ആണെന്ന് പറയാം. അതിനകത്തെ പാട്ടുകളൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്, ജോസിനെ പാടിയ പാട്ട്. അപ്പൊ അച്ഛൻ ലാലേട്ടന്റെ പടം എപ്പോൾ വന്നാലും അത്
പൊതുവേ TV കാണാൻ ക്ഷമയില്ലാത്ത ഒരാളാണ് അച്ഛൻ. പക്ഷെ ലാലേട്ടന്റെ സിനിമകൾ വന്നാൽ പ്രത്യേകിച്ച് ലൂസിഫർ ഒക്കെ ഒരുപാട് തവണ അച്ഛൻ ഇരുന്ന് കാണാൻ. അപ്പൊ അച്ഛന് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാണോ അച്ഛന് ലാലേട്ടൻ സിനിമകള്? അച്ഛൻ ഫിലിം ഫീൽഡ് ആയിരുന്നു, ഫിലിം ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു അച്ഛൻ. ഫിലിം ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ സിനിമകളും ഞങ്ങളെ കൊണ്ടുപോയി കാണിക്കും. ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന എല്ലാ പടങ്ങളും നമ്മൾ തിയേറ്ററിൽ പോയി കാണുമായിരുന്നു. അതിൽ അച്ഛന്റെ ഫേവറേറ്റ് എപ്പോഴും ലാലേട്ടൻ തന്നെയായിരുന്നു. അതെ, ഈ സിനിമകൾ ഇതുപോലെ കണ്ടിട്ടേ ലാലേട്ടന്റെ തന്നെ പല സിനിമകൾ റിപ്പീറ്റ് ഇങ്ങനെ ടിവിയിൽ അച്ഛൻ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് റിമോട്ട് ഒളിപ്പിച്ച് വെച്ച കഥകൾ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, കാരണം ഞങ്ങൾക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇരുന്ന് കാണും, എല്ലാവരും കൂടെ അത് എൻജോയ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ അച്ചപ്പൻ കഥകള് ലാലേട്ടന്റെ അപ്രോച്ച് എങ്ങനെയായിരുന്നു ഈ ഒരു ബുക്ക് ലാലേട്ടന്റെ പേജിൽ ലോഞ്ച് ചെയ്യിക്കണം എന്ന് പറഞ്ഞ സമയത്ത്? വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം അത് ചെയ്യാമെന്ന് സമ്മതിച്ചത്. അധികം എഫേർട്ട് ഒന്നും വേണ്ടി വന്നില്ല, അദ്ദേഹം പെട്ടെന്ന് തന്നെ സമ്മതിച്ചു. യാത്രയ്ക്കപ്പുറത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ബുക്സ് ആണ്. അതെ, ഇപ്പൊ ഏത് ഒരു ബുക്ക് വായിക്കുന്ന ആളാണെങ്കിലും DC ബുക്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ പബ്ലിഷിംഗ് പേജാണ്. അപ്പം ഫ്യൂച്ചറിൽ ഞാനൊരു ബുക്ക് എഴുതി എൻ്റെ ബുക്ക് ഇവർ പബ്ലിഷ് ചെയ്യും അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും സ്വപ്നങ്ങളിലൂടെ ഒക്കെ വന്നിട്ടുള്ള കാര്യമായിരുന്നു? അഭിനയിക്കണം എന്നുള്ളത് വളരെ ചെറുപ്പം മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു. ഒരിക്കലും എൻ്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യും എന്നുള്ളത് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി ആവും എന്നുള്ളത് ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു കാര്യമേ അല്ല. അത് എന്താ പറയാ, ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നതാണ്. കാരണം DC ഇങ്ങോട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുക, പല റൈറ്റേഴ്സിന്റെ ഒരു സ്വപ്നമാണ് DC-യിലൂടെ ഒരു പുസ്തകം ഇറങ്ങാന്നുള്ളത്. ആ നിലയ്ക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് DC-യിൽ നിന്നൊരു, കാരണം ഞാൻ ഈ പോകുന്ന യാത്രകളെ കുറിച്ചിട്ടൊക്കെ ഫേസ്ബുക്കിൽ കുറിക്കാറുണ്ട്. അതൊക്കെ ഇടയ്ക്ക് ചില ഓൺലൈൻ മീഡിയ അത് അതുപോലെ തന്നെ എടുത്ത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് DC-ന്ന് കോള് വരുന്നത്. അപ്പോൾ വേറെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല, ഒന്നും ആലോചിക്കാതെ തന്നെ. കാരണം അത് കണ്ടും പൂട്ടിയ രസമായിരുന്നു. കാരണം അന്ന് യെസ് പറയുമ്പം എൻ്റെ കയ്യിൽ അങ്ങനെ എഴുതിയതൊന്നുമില്ല, പോയ യാത്രകളെ കുറിച്ചുള്ള വെറും ഓർമ്മകൾ മാത്രം, കുറെ ഫോട്ടോസും മാത്രമേ ഉള്ളൂ. അപ്പം വേറെ ഒന്നും ആലോചിക്കാതെ തന്നെ യെസ് പറഞ്ഞൊന്നാണ്. അങ്ങനെയാണ് യാത്രയ്ക്കപ്പുറം സംഭവിക്കുന്നത്. അതെ, ഇപ്പൊ അച്ചപ്പൻ കഥകളും അടുത്ത നിയത പബ്ലിക്കേഷൻ ആയിരുന്നു അച്ചപ്പൻ കഥകൾ ഇറക്കിയത്. ജിജോ എന്ന് പറഞ്ഞിട്ട് വളരെ അടുത്ത സുഹൃത്താണ്. ജിജോ ഭായി ആണ് അത് അത്ര അധികം വളരെ സ്റ്റാൻഡേർഡോടുകൂടി ഇറക്കിയൊരു ബുക്കാണ് അച്ചപ്പൻ കഥകൾ. അത് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. പക്ഷെ അതിന്റെ അടുത്ത എഡിഷൻ DC തന്നെ ആവശ്യപ്പെടുമായിരുന്നു. അത് ഇങ്ങോട്ട് അതൊക്കെ അപ്രോച്ചിങ് വരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിന്റെ അടുത്ത എഡിഷൻ ഇനി അടുത്ത KLF-ലായിരിക്കും മിക്കവാറും, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് വെച്ച് അടുത്ത എഡിഷൻ ഇറക്കും എന്നാണ് വിശ്വാസം. ഇപ്പൊ ഒരുപാട് യാത്രകൾ പോയതിന് അതിലെ എല്ലാ മെമ്മറീസും യാത്രക്കപ്പുറത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, പറ്റിയിട്ടില്ല. അപ്പൊ അതിന് ഇനിയും പാർട്സ് വരണം. അടുത്ത ഒരു സെക്കൻഡ് പാർട്ട് പോലെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. അതെ, എപ്പോഴും മനസ്സിൽ യാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം വരുന്ന ഒരു കാര്യം എന്തായിരിക്കും? യാത്ര എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്നത് ഒരു ഹാപ്പിനെസ് തന്നെയാണ്. ഒരു ഈ ക്രേവിംഗ് എന്ന് പറയില്ലേ, ചില സമയത്ത് ബിരിയാണി കഴിക്കാനൊക്കെ ഉള്ള ഒരു കൊതി വരുന്ന പോലെയാണ് ചില സമയത്ത് യാത്ര പോകാൻ പെട്ടെന്ന് ഒരു ആഗ്രഹം കൂടി കയറി വരും. ചില സ്ഥലങ്ങൾ കാണുമ്പോൾ, നമ്മൾ പോയ സ്ഥലങ്ങളാണെങ്കിൽ പോലും ചില ഇമേജസ് കാണുമ്പോൾ, ചില റീല് കാണുമ്പോഴൊക്കെ ഞങ്ങൾ പറയും നമുക്ക് പോയാലോ വിട്ടാലോ അത് പറഞ്ഞ് ഞാനും ഹസ്ബൻഡും കൂടെ പറയാറ്. അങ്ങനെ കൊതിച്ചു പോയൊരു സ്ഥലം ഏതാ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ നമ്മള് ഈ വീഡിയോസ് ഒക്കെ കണ്ട് അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, അങ്ങനെ കൊതിച്ച് അവിടെ പോയി അങ്ങനെ കണ്ടൊരു സ്ഥലം? ഞങ്ങൾക്ക് സ്നോഫോൾ അല്ലെങ്കിൽ സ്നോ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മണാലി പോയി സ്നോ എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷെ അത് ആദ്യത്തെ തവണ പോയപ്പോൾ മോള് വളരെ ചെറുതാണ്. അപ്പം അവള് വലുതായതിനു ശേഷം ഒരിക്കൽ കൂടെ ഞങ്ങളൊരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ്, അത് ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങളൊരു ബൈ റോഡ് ഒരു ട്രിപ്പ് നടത്തിയിരുന്നു. ഡൽഹി ടു അടൽ ടണൽ വരെ. കാശ്മീർ എത്തിയില്ല, അതിന് മുമ്പ് മണാലിയോടുകൂടി ഞങ്ങൾ നിർത്തി. ഒരു 14 ദിവസത്തെ യാത്രയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഈ റീലിലൊക്കെ കാണുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുന്ന വരെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവമാണോ? ഇല്ല, അങ്ങനെയില്ല. ഇല്ല, ഞങ്ങൾ ആ യാത്ര പോയാൽ പിന്നെ കംപ്ലീറ്റ്ലി അതിൽ ചോദിക്കുന്നത്. ഇപ്പൊ യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്തെ നെക്സ്റ്റ് മണാലിയാണ്, അപ്പൊ ഈ അതിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് പോകേണ്ട സ്ഥലങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അങ്ങനെ റെഫർ ചെയ്യാറുണ്ട്. ഓരോ റീൽസ് നോക്കും, പിന്നെ ബ്ലോഗ്സ്, ആളുകൾ എഴുതിയ ബ്ലോഗ്സ് ഒക്കെ വായിക്കും. അതെ. ഇനി ഏതാ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ? എനിക്ക്
നോർത്ത് ഈസ്റ്റ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ ഇടയ്ക്ക് ഞങ്ങൾ മേഘാലയ, ആസാം പോയി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയി. പക്ഷെ മേഘാലയ സത്യത്തിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്താൽ പോരാന്നുള്ളത് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. കാരണം ഞങ്ങൾക്ക് ഡേയ്സ് വളരെ കുറവായിരുന്നു. കുറച്ചുകൂടെ ഡേയ്സ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് മേഘാലയ. അപ്പം മേഘാലയ ഒരിക്കൽ കൂടെ പോകണം. പിന്നെ സിക്കിം, നോർത്ത് ഈസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ എബ്രോഡ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു യൂറോപ്പ് ട്രിപ്പ് ഭയങ്കര ഒരു ആഗ്രഹമാണ്.